ഗൈസ്, ഇത് അർബൻ കമ്പനിയുടെ നേറ്റീവ് എന്ന ബ്രാൻഡിൽ വരുന്ന M0 മെഷീനാണ്. അപ്പോൾ കസ്റ്റമർക്ക് ഇതൊരു ഡിഫറെൻ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. കസ്റ്റമർക്ക് ക്യാബിൻ്റെ അകത്താണ് മെഷീൻ വെക്കുന്നത്. അങ്ങനെയാണ് കസ്റ്റമർ ആൾറെഡി സ്പേസ് ഇട്ടത്. പിന്നെ സ്പേസ് ഇടാനായിട്ട് പറ്റിയില്ല. അപ്പോൾ കസ്റ്റമർക്ക് ഇത് ടാപ്പ് ഇങ്ങനെ വെച്ചിട്ട് അടിയിൽ നിന്ന് തുറക്കണം, വെയിലാക്കണം, കബോർഡ് എപ്പോഴും തുറക്കാത്ത രീതിയിൽ. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിരിക്കും. പക്ഷേ കഷ്ടകാലം എന്ന് പറയാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പമ്പ് ലീക്കായി. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്ത് വന്ന മെഷീനാണ്. പമ്പ് ലീക്കായതുകൊണ്ട് റീപ്ലേസ് ചെയ്ത് കൊടുത്ത് പമ്പ് റീപ്ലേസ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്കങ്ങനെ കിട്ടി. പമ്പ് റീപ്ലേസ്മെൻറ്റ് കിട്ടി. അപ്പോൾ നോർമലി ഞാൻ ചെയ്യാൻ വന്ന സമയത്താണ് ഇങ്ങനെ ലീക്ക് കണ്ടത്. അപ്പോൾ നിങ്ങൾ പുതിയതാണെങ്കിലും ലീക്കൊക്കെ വരാം. കാരണം വെച്ചാൽ ചില സമയത്തൊക്കെ കസ്റ്റമർ സമ്മതിക്കില്ല, പുതിയ മെഷീനാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചത്. നമ്മുടെ കുറ്റമല്ല, ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ആ ടാപ്പൊക്കെ ഊരി കളഞ്ഞിട്ട് അവിടെ നമ്മൾ വേറൊരു കണക്ട് ചെയ്തിട്ട് അവിടുന്ന് ഹോസ് വലിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മൾ പമ്പൊക്കെ മാറി എല്ലാം വർക്കിംഗ് ചെക്ക് ചെയ്തു. ഏകദേശം 6 ലിറ്ററാണ് ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത്. നേറ്റീവിൻ്റെ M0 എന്ന മെഷീനാണ് വരുന്നത്. പമ്പ് മാറി ഇതൊക്കെ ലീക്ക് ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് അപ്പോൾ കസ്റ്റമർക്ക് ആ ക്യാബിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നോർമലി നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ട്, ആൾറെഡി നിങ്ങളൊരു പോയിൻ്റ് ഇട്ട് പോയി, അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ വെള്ളം അത് ക്യാബിൻ തുറന്നെടുക്കുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ആയിരിക്കും അത് വരുന്നത്. കറക്റ്റായിട്ട് ഫിറ്റിലിരുന്നോളൂ. നമ്മൾ നോർമലി ഒരു ടാപ്പ് തുറക്കുന്ന പോലെ തന്നെ ഇത് UTCയുടെ ടാപ്പാണ്. UTCയുടെ ടാപ്പ് ഇങ്ങനത്തെ ടാപ്പ് മേടിക്കാൻ കിട്ടും. അപ്പോൾ UTCയുടെ ടാപ്പ് നമ്മളിങ്ങനെ നോർമൽ തിരിച്ചിട്ടേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി, നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും. ഇപ്പോൾ ഈവൻ നിങ്ങളുടെ മെഷീൻ സ്റ്റോറേജ് ഇല്ലാത്ത മെഷീനാണെങ്കിൽ പോലും ഈ ഒരു സ്പെക്കിലൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അഡീഷണൽ പേയ്മെൻറ്റും കാര്യങ്ങളാകുന്നുള്ളൂ. സ്റ്റോറേജ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാപ്പിൻ്റെയും ആ ഒരു കണക്റ്റ് ചെയ്യുന്നതിൻ്റെ സാധനങ്ങളുടെയും പേയ്മെൻറ്റ് മാത്രമേ ആവുന്നുള്ളൂ. നിങ്ങൾ പുതിയ മെഷീനാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് പ്ലാൻ ചെയ്ത് അവിടെ സ്പേസും കാര്യങ്ങളും നോക്കിയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ കസ്റ്റമർ വാട്ടർ പ്യൂരിഫയറിൽ അക്വാഗാർഡിൻ്റെ സർവീസ് ഇച്ചിരി മോശമായതുകൊണ്ടാണ് അർബൻ കമ്പനിയിലോട്ട് കസ്റ്റമർ മാറിയത്. അർബൻ കമ്പനിയിൽ സർവീസ് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ സ്പെയറൊക്കെ നോക്കുമ്പോൾ ലോക്കൽ ഫീലാണ് നമുക്ക് കിട്ടാറ്. എന്നാലും വലിയ കുഴപ്പമില്ല. പിന്നെ അക്വാഗാർഡ് എന്ന ബ്രാൻഡിനെ സംബന്ധിച്ചോളം അവർക്ക് സർവീസ് തരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും വേണ്ട കാര്യമില്ലോ. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് ആൾറെഡി 4-5 അക്വാഗാർഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് ആൾറെഡി നമ്മളോട് പറഞ്ഞാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയാം. അപ്പോൾ നമുക്ക് അങ്ങനെ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു മോഡൽ ഓടിയത്. അപ്പോൾ നിങ്ങളിങ്ങനെ ടാപ്പിൽ നിന്ന് കണക്ഷൻ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ M0 മെഷീൻ പറ്റില്ല. അപ്പം നിങ്ങളത് ഓർത്തിരിക്കുക. M0 മെഷീൻ എന്നാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനത്തെ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. സ്റ്റോറേജ് ടാങ്ക് ഇപ്പോൾ നിറയുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത്ര സ്ലോയിൽ വെള്ളം വരുന്നത്. സ്റ്റോറേജ് ടാങ്ക് നിറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി വെള്ളം വരും. പിന്നെ നമ്മൾ ആ ഒരു വരുന്ന പൈപ്പിൻ്റെ മേളത്തെ ഹോസ് ഇച്ചിരി വലുതാക്കാനുണ്ട്. അതുകൂടി വലുതാക്കുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിട്ട് വെള്ളം വരും.